സംപൂജ്യരായ സ്വാമിമാർക്ക് നമസ്കാരം. ഞാൻ കുമളിയിൽ നിന്നാണ് വരുന്നത്. പേര് മുരളീധരൻ എന്നാണ്. ഈ കഴിഞ്ഞിടയിൽ കുമളിയിലുണ്ടായ ഒരു ചെറിയ സംഭവം. ഒരു കടയുടെ വരാന്തയിൽ പെന്തിക്കോസ് എന്ന് പറയുന്ന വിഭാഗക്കാർ അവരുടെ അനുവാദം കൂടാതെ പ്രാർത്ഥന സംഘടിപ്പിച്ചു. വലിയ പാട്ടും സുവിശേഷ പ്രസംഗവും ഒക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ പെട്ടെന്നാണ് ഞാനിതിൽ വരുന്നത്. ഞാൻ ആ കടയിൽ വന്നതിന് ശേഷം ഈ കടയുടമയോട് ചോദിച്ചു, നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണോ ഈ പ്രഭാഷണമൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷെ കടയുടെ കോമ്പൗണ്ടിലാണ്, വരാന്തയിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തടസ്സപ്പെടുത്തി. നിങ്ങൾ എന്ത് സുവിശേഷം പറഞ്ഞാലും കടയുടെ ഉടമയുടെ അനുവാദം ആവശ്യമാണ് എന്ന് പറഞ്ഞ് വലിയ സംഘർഷത്തിലേക്ക് കടന്നു. പോലീസ് വന്നു. അങ്ങനെ അവരവിടുന്ന് ആ വരാന്തയിൽ നിന്ന് റോഡിലേക്ക് പോയി. പക്ഷെ അതിനുശേഷം പോലീസുകാർ അത്ര സുഖമല്ലാത്ത രീതിയിൽ എന്നോട് സംസാരിക്കുകയും എന്നോട് കൂടി നിന്നവരോട് വളരെ ധിക്കാരപരമായി പെരുമാറുകയുമൊക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്. അത്തരം സുവിശേഷങ്ങളും മതപ്രചരണവും ഒക്കെ നടത്തുന്നത് ഇപ്പോൾ നിയമം അനുവദിച്ചിട്ടുണ്ട്. അവരെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന രീതിയിലാണ് അന്ന് അവർ എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ ഞാനായതുകൊണ്ടായിരിക്കാം മറ്റു നടപടിയിലേക്കും കടന്നില്ല. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഈയിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞ ഏതൊരു ദിവസം ഓണത്തിനാണെന്ന് തോന്നുന്നു. ഇതിനെന്താണ് സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിൽ ഭരണഘടനയനുസരിച്ച് എല്ലാ മതങ്ങൾക്കും, അടിവരയിട്ട് മനസ്സിലാക്കുക, എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആശയ പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ പരിമിതികളുമുണ്ട്. അപരിമിതമായ സ്വാതന്ത്ര്യം നമുക്കില്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ പൂർണ്ണ സ്വതന്ത്രരൊന്നും അല്ല. ഭാരതം സ്വതന്ത്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ പൗരനുള്ള സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ 3. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പൗരസ്വാതന്ത്ര്യത്തിന് ഉപരിയുള്ള പരിമിതികൾ 3. 1 പബ്ലിക് ഹെൽത്ത്, 2 പബ്ലിക് ഓർഡർ, 3 മൊറാലിറ്റി. ഈ 3 ഇപ്പം നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാണെന്നുള്ളത് കൊണ്ട് അളവറ്റ സ്വാതന്ത്ര്യം ആർക്കുമില്ല. നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ 3 അടിസ്ഥാനത്തിൽ പരിമിതമാണ്. 1, ഏതെങ്കിലും പ്രകാരത്തിൽ പബ്ലിക് ഹെൽത്തിന് ദോഷകരമാകുമെങ്കിൽ ആ സ്വാതന്ത്ര്യം അനുവദനീയമല്ല. 2, ഏതെങ്കിലും പ്രകാരത്തിൽ പബ്ലിക് ഓർഡർ, പൊതു സംവിധാനത്തിന് വിരുദ്ധമാകുമെങ്കിൽ അത് അനുവദനീയമല്ല. 3, മൊറാലിറ്റി, സദാചാരത്തിന് വിരുദ്ധമാകുമെങ്കിൽ അനുവദനീയമല്ല. ഈ 3 നിയമം എല്ലാവരും ഓർമ്മിക്കുക. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞ വിഷയത്തിൽ അവരുടെ പ്രവർത്തനം സോഷ്യൽ ഓർഡറിന് വിരുദ്ധമാണ്. കാരണം ഒരാൾ ടാക്സ് അടച്ച് കൈവശം വച്ചിരിക്കുന്ന കടയിലോ, ഒരാൾ ടാക്സ് അടച്ച് കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിലോ, അഥവാ വാടക കൊടുത്ത് താമസിക്കുന്നതോ കച്ചവടം ചെയ്യുന്നതായ സ്ഥലത്തോ അയാളുടെ രേഖാമൂലമായുള്ള അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ഒരു പ്രവർത്തനവും ചെയ്യാൻ പറ്റില്ല. 1. 2, മതപ്രവർത്തനങ്ങൾ എന്നല്ല, ഏതാശയ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലും അതിന് അതത് സ്ഥലത്തെ സംവിധാനത്തിൻ്റെ അംഗീകാരം വാങ്ങിയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഹാളിൽ പരിപാടി നടത്തുകയാണ്, പ്രശ്നമില്ല. ഇതേ പരിപാടി നമ്മൾ പുറത്ത് നടത്തുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ സംവിധാനത്തിൻ്റെ, ഇത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം, അല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഉചിതമായ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളത്. പക്ഷെ നമ്മുടെ സമൂഹം പൊതുവെ പ്രതികരിക്കില്ല. പൊതുവെ അവരങ്ങനെ നടത്തട്ടെ എന്ന് വിചാരിച്ചു പോകും. അത് നിരുപദ്രവമല്ല. ഇപ്പം വേണ്ട സമയത്ത് പ്രതികരിച്ചാൽ
ഇപ്പോൾ ഒരാൾ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പുകവലിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അയാളുടെ ശരീരത്തെയാണ് രോഗഗ്രസ്തമാക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാരതത്തിലുള്ള നിയമമനുസരിച്ച്, നിയമം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നിയമങ്ങളാണല്ലോ, അതുകൊണ്ട് പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല. അപ്പോൾ വേറെ ആൾക്ക് പറയാം ഇത് പാടില്ല കേട്ടോ എന്ന് പറയാം. എന്നിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ കേസ് കൊടുക്കാം. കേസിന് FIR ഇടാൻ ബാധ്യസ്ഥമാണ്. പെറ്റി കേസായിരിക്കും, പക്ഷെ പെറ്റി കേസാണെങ്കിലും FIR ഇടാൻ പോലീസിന് ബാധ്യതയുണ്ട്. കാരണം പൊതുസ്ഥലത്ത് പുകവലി പാടില്ല. അപ്പം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് പലപ്പോഴും പലതും അരങ്ങേറാൻ കാരണമായിട്ടുള്ളത്. നമ്മൾ പ്രതികരിച്ചേ മതിയാവൂ. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ എല്ലാ മാസവും വേദാന്ത ക്ലാസ് ഉണ്ട്. അവസാനത്തെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവത്ഗീത ഭാഷ്യം, ഉപനിഷത്ത് ഭാഷ്യം ഒക്കെയാണ് പഠിക്കുന്നത്. സാമൂഹിക വിഷയങ്ങളൊന്നും പ്രതിപാദിക്കാറില്ല ആ ക്ലാസ്സിൽ. അപ്പോൾ അതിന് സ്ഥിരമായി വരുന്ന ഒരു വ്യക്തി താമരശ്ശേരി അടുത്ത് കൂടത്തായി എന്നുള്ള സ്ഥലത്താണ് അയാളുടെ വീട്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. കൂടത്തായി കുപ്രസിദ്ധമാണല്ലോ ഇല്ലേ? കുറേ പേരെ ഒരമ്മ വിഷം കൊടുത്ത് കൊന്നൊരു സംഭവം അവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. അതോട് വലിയ കുപ്രസിദ്ധമായിട്ടുണ്ട്. അതിരിക്കട്ടെ. അപ്പോൾ ആ ഗ്രാമത്തിലാണ് ഇദ്ദേഹം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ പ്രവർത്തകരുടെ പ്രസംഗം നടക്കുകയാണ്. ഗംഭീര പ്രസംഗമാണ്. അതിൽ പറയുകയാണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് പാപോഹം പാപകർമ്മോഹം, ഞാൻ പാപിയാണ്, പാപകർമ്മത്തോട് കൂടിയവനാണ്, അതുകൊണ്ട് നമ്മുടേതായ സിദ്ധാന്തം ഗീതയിൽ ഉള്ളതാണ്, പാപമോചനത്തിന് നിങ്ങൾ ക്രിസ്ത്യാനിയാവണം. അവിടെ കൂടിയ 99% ജനങ്ങളും ഹിന്ദുക്കളാണ്. 99% ഹിന്ദുക്കളാണ്. എല്ലാം വായും പൊളിച്ച് കേട്ടിരിക്കുക. ഇയാൾ ക്ലാസ്സിൽ വരുന്ന ആളായ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്യം ഭഗവത്ഗീതയിലില്ല. പ്രസംഗകൻ പറഞ്ഞു ഉണ്ട്. ഇയാൾ പറഞ്ഞു ഇല്ല, ഞാൻ ഗീത മുഴുവൻ പഠിച്ച ആളാണ്, നിത്യവും പാരായണം ചെയ്യുന്ന ആളാണ്, ഇങ്ങനൊരു വാക്യം ഗീതയിലില്ല. അപ്പം മറ്റേ ആൾ പറക്കാൻ തുടങ്ങി, സഹോദര പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കല്ല, നിങ്ങൾ ഇത് മൈക്കിലൂടെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ മൈക്കിലൂടെ തന്നെ മാപ്പ് പറയണം. അപ്പം സത്യത്തിൽ ഇതൊറ്റ വ്യക്തിയേ ഉള്ളൂ. പക്ഷെ ഒരു സദസ്സിലേക്ക് ഒരു വ്യക്തി കയറി ചെന്നപ്പോൾ അവരെന്ത് വിചാരിച്ചു, ഇവർ സംഘടിതമായി കുറേ പേര് വന്നിട്ടുണ്ടാവും എന്ന് പേടിച്ചിട്ട് പൊതുവായി മൈക്കിലൂടെ അറിയാത്ത വിഷയം പറഞ്ഞു പോയതിന് നിങ്ങളെല്ലാം മാപ്പാക്കണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് പോരാ, ഇനി മേലിൽ ഇങ്ങനത്തത് പറയില്ല എന്നും കൂടി പ്രതിജ്ഞ ചെയ്യണം. ഇനി ഞാനിത് പറയില്ല, പോരാ, കർത്താവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അയാൾ പരിങ്ങി. അല്ല, കൃഷ്ണൻ്റെ പേരിൽ പറഞ്ഞാൽ മതിയോ? പോരാ, കൃഷ്ണൻ്റെ പേര് പറഞ്ഞാൽ പോരാ, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞു. അവസാനം അയാൾ പ്രതിജ്ഞ ചെയ്തു. പിന്നെ അയാൾ അപ്പുറത്ത് പോയി പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ അവിടെ കൂടിയ ജനങ്ങൾ മുഴുവൻ അവരെ കൂക്കി വിളിച്ച് പറഞ്ഞയച്ചു. അതുവരെ വായം പൊളിച്ച് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നവരാ. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ ശാസ്ത്രം അറിയാത്തതുകൊണ്ട്. നമുക്ക് നമ്മുടെ ശാസ്ത്രം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേറുള്ളവർക്ക് കഴിയില്ല. അവിടെയാണ് യേശുദേവൻ്റെ തന്നെ വാക്യം പ്രസക്തമാകുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരോട് പൊറുക്കണമേ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതാ. അതുകൊണ്ട് പൊറുക്കാൻ പറയാൻ പറ്റില്ല. നോക്കണേ, നമ്മളെല്ലാത്തിനെയും ബഹുമാനിക്കുന്നവരാ, നമ്മളെല്ലാത്തിനെയും ആദരിക്കുന്നവരാ. നമ്മൾ യേശുദേവൻ്റെ ഉപദേശങ്ങളിലെ നന്മകളെ സ്വീകരിക്കുന്നവരാ. നമുക്ക് ലോകത്തിൽ ഏത് ഗുരുനാഥൻ്റെ നല്ല ഉപദേശത്തെയും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. കാരണം വേദം നമ്മെ പഠിപ്പിച്ചത് അതാണ്. ആനോ ഭദ്രാ ക്രതവോ യന്തു വിശ്വതഃ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല ചിന്തകൾ നമ്മിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ നമ്മൾ. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാനും മറ്റും
മുതിരുന്നത് നമ്മുടെ സമാജത്തിന് അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രതികരിച്ചേ മതിയാവൂ. അത് ചെയ്തത് ഏറ്റവും നന്നായി. അവിടെ പോലീസുകാർ നിയമം അറിയാത്തതുകൊണ്ടാണ്. വേണ്ടതുപോലെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ അവരൊന്നും ഉണ്ടില്ല. ഇതാണ് പറയാനുള്ളത്.